ലോകം നിങ്ങളെ എത്രത്തോളം ബഹുമാനിക്കണമെന്നും നിങ്ങൾക്ക് എത്ര മൂല്യം നൽകണമെന്നും തീരുമാനിക്കുന്നത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ്. ചാണക്യൻ പറയുന്നത് മനക്കരുത്തുള്ള ഒരാൾക്കു വേണ്ടി ലോകം തനിയെ വഴിമാറിക്കൊടുക്കും എന്നാണ്. നിങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരു രാജാവിനെപ്പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ആദ്യം മാറ്റേണ്ടത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ്. ആളുകൾ നിങ്ങളുടെ കഴിവിനേക്കാൾ മുൻപേ ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ കണ്ണുകളിലെ ആത്മവിശ്വാസവും പെരുമാറ്റത്തിലെ കരുത്തുമാണ്. ദുർബലമായ ആറ്റിറ്റ്യൂഡുള്ളവർ ഒന്നുകിൽ പിന്നിലാക്കപ്പെടും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കേണ്ടി വരും. എന്നാൽ ചാണക്യനീതി വ്യക്തമാണ്: സ്വയം ശക്തനാകാത്തവനെ ലോകം കൂടുതൽ ദുർബലനാക്കും. ഈ വീഡിയോ വെറുമൊരു സംസാരമല്ല, ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റായിരിക്കും. ലോകത്തെ സ്വാധീനിച്ച കരുത്തരായ മനുഷ്യർ പിന്തുടരുന്ന 7 പവർഫുൾ ആറ്റിറ്റ്യൂഡ് നിയമങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇതിൽ 6ാമത്തെ നിയമം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിനാൽ ഒന്നുപോലും വിട്ടുപോകാതെ ശ്രദ്ധിക്കുക. നിയമം 1: വികാരങ്ങളെ നിയന്ത്രിക്കുക. ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, സ്വന്തം വികാരങ്ങളെ കീഴടക്കിയവൻ ലോകത്തെ കീഴടക്കിക്കഴിഞ്ഞു. ഈ ലോകത്തിലെ ഏറ്റവും അപകടകരമായ ആയുധം മനുഷ്യന്റെ വികാരങ്ങളാണ്. ഇന്ന് ഭൂരിഭാഗം ആളുകളും അവരുടെ വികാരങ്ങൾക്ക് അടിമകളാണ്. സർക്കാരുകളും മാർക്കറ്റിംഗ് കമ്പനികളും സോഷ്യൽ മീഡിയയും പോലും നിങ്ങളുടെ സ്നേഹം, വെറുപ്പ്, ഭയം, അത്യാഗ്രഹം എന്നിവയെ മുതലെടുക്കുന്നു. നിങ്ങളെ ദേഷ്യം പിടിപ്പിച്ച് നിയന്ത്രിക്കാൻ കഴിയുമെങ്കിലോ, സ്നേഹം കാണിച്ച് വിഡ്ഢിയാക്കാൻ കഴിയുമെങ്കിലോ ലോകത്തിന് നിങ്ങളോട് ബഹുമാനം തോന്നില്ല. എന്നാൽ ഏത് സാഹചര്യത്തിലും വികാരങ്ങളെ നിയന്ത്രിക്കുന്നവൻ ഒരു ഗെയിം ചേഞ്ചറായി മാറുന്നു. വികാരങ്ങൾ ഇല്ലാതാകുക എന്നല്ല ഇതിനർത്ഥം, മറിച്ച് അവയെ ബുദ്ധിപൂർവ്വം നിയന്ത്രിക്കുക എന്നാണ്. പരാജയമോ ചതിയോ നേരിടുമ്പോൾ ആ വേദനയെ സ്വയം തകർക്കാൻ അനുവദിക്കാതെ അതൊരു ഊർജമായി മാറ്റുക. നിശബ്ദനായിരുന്ന് കളി മാറ്റുന്ന തീരുമാനങ്ങൾ എടുക്കുന്നതാണ് ഒരു സ്ട്രോങ് ആറ്റിറ്റ്യൂഡിന്റെ ലക്ഷണം. നിയമം 2: വാശിയെ ആയുധമാക്കുക. അസാധ്യമായതിനെ സാധ്യമാക്കുന്ന തീയാണ് ദൃഢനിശ്ചയം. ലോകത്ത് 2 തരം ആളുകളുണ്ട്. 1: പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോകുന്നവർ. അവർ മറ്റുള്ളവർ കാണിച്ചു കൊടുക്കുന്ന വഴിയിലൂടെ മാത്രം നടക്കുന്നു. 2: പുഴയിലെ വെള്ളം പോലെ തടസ്സങ്ങളെ തകർത്ത് മുന്നേറുന്നവർ. അവരുടെ വാശി അവരെ ഒരു പോരാളിയാക്കി മാറ്റുന്നു. നിങ്ങളുടെ ലക്ഷ്യം നേടുന്നതുവരെ വിശ്രമമില്ലാത്ത ആ വാശിയാണ് ലോകത്തെ നിങ്ങളെ ബഹുമാനിക്കാൻ നിർബന്ധിക്കുന്നത്. ലോകത്തിന് മനസ്സിലാകും, ഈ മനുഷ്യൻ പരാജയപ്പെടില്ല, തളരില്ല എന്ന്. നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ലക്ഷ്യം നിങ്ങളുടെ വ്യക്തിത്വമായി മാറ്റുക. നിങ്ങളുടെ വാശി നിങ്ങളെക്കാൾ കരുത്താർജിക്കുമ്പോൾ ഒരു മലയ്ക്കും നിങ്ങളുടെ മുന്നിൽ നിൽക്കാനാവില്ല. നിയമം 3: രാജാവിനെപ്പോലെ ചിന്തിക്കുക. രാജാവിന്റെ ചിന്താഗതിയുള്ളവർ ആൾക്കൂട്ടത്തിലും വേറിട്ടു നിൽക്കും. കരുത്തു വരുന്നത് ആയുധങ്ങളിൽ നിന്നല്ല, മൈൻഡ്സെറ്റിൽ നിന്നാണ്. സ്വയം മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് അവസാനിപ്പിക്കുക. നിങ്ങൾ ഈ ലോകത്ത് യൂണിക്കാണ്. ഒരു രാജാവ് ഒരിക്കലും ഭയപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കില്ല. നിങ്ങളുടെ മൂല്യം വരുന്നത് വസ്ത്രങ്ങളിൽ നിന്നോ പണത്തിൽ നിന്നോ അല്ല, നിങ്ങളുടെ ചിന്തകളിൽ നിന്നാണ്. ലോകം നിങ്ങളെ വിലമതിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ സ്വയം വിലമതിക്കണം. നിങ്ങളുടെ കുറവുകളെ നോക്കി കരയാതെ അവയെ പരിഹരിച്ച് സ്വയം മെച്ചപ്പെടുത്തുക. സ്വന്തം മനസ്സിന്റെ രാജാവാകുമ്പോൾ ലോകത്തിന് നിങ്ങളെ ദുർബലനായി കാണാൻ കഴിയില്ല. നിയമം 4: പരമാധികാരവും സ്വാശ്രയത്വവും. മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നവന്റെ ശക്തി കടം വാങ്ങിയതാണ്. അത് ശാശ്വതമല്ല. ജീവിതമാകുന്ന യുദ്ധഭൂമിയിൽ വാൾ പിടിക്കേണ്ടതും രക്തം ചിന്തേണ്ടതും നിങ്ങൾ തന്നെയാണ്. ആരും നിങ്ങളെ രക്ഷിക്കാൻ വരില്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളുക. പിന്നിൽ താങ്ങായി ആരുമില്ലെന്ന് തിരിച്ചറിയുമ്പോൾ നിങ്ങൾ കൂടുതൽ ജാഗ്രതയുള്ളവരും ശക്തരും ഉത്തരവാദിത്തമുള്ളവരും ആയി മാറും. മറ്റുള്ളവർക്ക് ഒരു തണലായി മാറാൻ ശ്രമിക്കുക, അല്ലാതെ മറ്റുള്ളവരുടെ തണലിൽ കഴിയരുത്. സാമ്പത്തികമായോ തീരുമാനങ്ങൾ എടുക്കുന്നതിലോ നിങ്ങൾ സ്വതന്ത്രരാകുമ്പോൾ ലോകം നിങ്ങളെ ഗൗരവമായി കാണും. നിയമം 5: ഭയമില്ലാത്തവനാകുക. ലോകത്തിലെ ഏറ്റവും വലിയ ബലഹീനത ഭയമാണ്. ഭയമില്ലാത്തവനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. തോൽവിയെയോ പരിക്കുകളെയോ പരാജയത്തെയോ ഭയപ്പെടാത്തവനാണ് യഥാർത്ഥ ശക്തൻ. മനസ്സിനെ വിജയിച്ചവൻ ലോകത്തെ വിജയിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ ഭയം അവസാനിക്കുമ്പോൾ നിങ്ങളുടെ യഥാർത്ഥ കഴിവ് പുറത്തുവരും. ഭയമില്ലാത്തവന്റെ നടത്തത്തിലും സംസാരത്തിലും ആറ്റിറ്റ്യൂഡിലും ഒരു കാന്തികശക്തി ഉണ്ടാകും. നിയമം 6: അറിവും വിവേകവും തേടുക. അറിവില്ലാത്തവൻ ആയുധങ്ങളുണ്ടെങ്കിലും ദുർബലനാണ്. ബുദ്ധികൂർമ്മത കൊണ്ടാണ് ജീവിതത്തിലെ യുദ്ധങ്ങൾ ജയിക്കുന്നത്. ലോകത്തെ അറിയുന്നതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. ശക്തരായ മനുഷ്യർ എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. കുറഞ്ഞ അറിവുള്ളവർ കൂടുതൽ സംസാരിക്കുമ്പോൾ, അറിവുള്ളവർ നിശബ്ദതയിലൂടെ തങ്ങളുടെ കരുത്ത് കാട്ടുന്നു. അറിവ് നിങ്ങളുടെ ചിന്തകളെ മൂർച്ചയുള്ളതാക്കുന്നു.
അറിവുള്ള ഒരാൾക്ക് ഒറ്റയ്ക്കായാലും ആയിരങ്ങളെ നേരിടാൻ കഴിയും. അതിനാൽ പഠിക്കുന്നത് ഒരിക്കലും നിർത്തരുത്. നിയമം 7 വിശ്വസിക്കുക, പക്ഷേ പരിധികളോടെ. ലോകം വിശ്വാസത്തിലാണ് മുന്നോട്ടു പോകുന്നത്, പക്ഷേ അന്ധമായ വിശ്വാസം നാശത്തിന് കാരണമാകും. നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ആൾക്കാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കാൻ കഴിയുക. നിങ്ങളുടെ രഹസ്യങ്ങളും ബലഹീനതകളും എല്ലാവരോടും തുറന്നു പറയരുത്. പവർഫുൾ ആറ്റിറ്റ്യൂഡുള്ളവർ വിശ്വസിക്കും, പക്ഷേ ജാഗ്രത കൈവിടില്ല. നിങ്ങളുടെ വീക്ക്നെസ് നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന ഒന്നായിരിക്കണം. എല്ലാ കാര്യങ്ങളെയും ഗൗരവമായി എടുക്കരുത്. ലോകത്ത് നിങ്ങളെ തളർത്താൻ ശ്രമിക്കുന്ന ഒട്ടേറെ ശബ്ദങ്ങളുണ്ടാകും. എന്നാൽ എന്തിനെ ശ്രദ്ധിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്തു വിഷമിക്കരുത്. രാജാവ് ഒരിക്കലും അങ്ങാടിയിലെ ബഹളങ്ങൾ ശ്രദ്ധിക്കാറില്ല. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറ്റാൻ തയ്യാറാണെങ്കിൽ ഇന്നു തന്നെ തുടങ്ങുക. ഇതുപോലുള്ള ജീവിതം മാറ്റുന്ന അറിവുകൾക്കായി സീക്രട്ട് വിസ്ഡം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഓർക്കുക, ശക്തനാകുക, അചഞ്ചലനാകുക.